വിശ്വാസവും അറിവും പരസ്പര ശത്രുക്കളോ മിത്രങ്ങളോ? ശ്രീ മിത്രേയനോടുള്ള ഒരു ചെറിയ മറുപടി. കഴിഞ്ഞ 2 വീഡിയോകളിൽ ഞാൻ കൈകാര്യം ചെയ്തതുപോലെ വിശ്വാസത്തെപ്പറ്റി ശ്രീ മൈത്രേയന് തൻ്റേതായ ശക്തമായ നിലപാടുണ്ട്. അത് ലളിതമായി പറഞ്ഞാൽ വിശ്വാസവും അറിവും പരസ്പരം പൊരുത്തമില്ലാത്തതാണ്. വിശ്വാസി വിവരദോഷിയായിരിക്കും, അവൻ അറിവ് പ്രാപിപ്പാൻ സാധ്യമല്ല. ഈ ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം വിശ്വാസികൾ എന്ന് പറയുന്നവരെ പൊതുവെ കാണുന്നത്. ഞാനതിന് അദ്ദേഹത്തെ അല്പം പോലും കുറ്റപ്പെടുത്തുകയില്ല. കാരണം ഇത് ആദ്യം കണ്ടുപിടിച്ചത് മൈത്രേയനല്ല, പുരോഹിതന്മാരാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ പുരോഹിതന്മാരാണ്. മനുഷ്യൻ തലച്ചോറ് ഉപയോഗിച്ചാൽ അവൻ നരകത്തിൽ പോകും, അല്ലെ ദൈവത്തെ മറുതലിക്കും. അറിവ് മനുഷ്യനെ അഹങ്കരിക്കാൻ പ്രേരിപ്പിക്കും. അത് വലിയ വിനാശം വരുത്തും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ജനങ്ങളെ ബൗദ്ധികമായും ആന്തരികമായും വളരുന്നതിൽ നിന്ന് എപ്പോഴും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന സ്ഥാപിത താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി ഒരു കൂട്ടമാണ് പുരോഹിതവർഗം. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടും ശ്രീ മൈത്രേയൻ്റെ കാഴ്ചപ്പാടും ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ യുക്തിവാദിയായ അദ്ദേഹം തന്നെ യുക്തിവാദിയായിട്ടാണോ അവതരിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. യുക്തിവാദിയായ മൈത്രേയനും യുക്തിവാദികളെ കുലശത്രുക്കളെ കാണുന്ന പുരോഹിതന്മാരും ഈ കാര്യത്തിൽ ഒന്ന് തന്നെയാണ്. എന്താണ്? വിശ്വാസവും അറിവും ഒരിക്കലും പരസ്പരം യോജിച്ചു പോകുകയില്ല. വിശ്വാസം അറിവിനെ അപകടപ്പെടുത്തും, അല്ലെങ്കിൽ അറിവ് വിശ്വാസത്തെ അപകടത്തിലാക്കും. ഇതാണ് ഇപ്പോൾ 2 കൂട്ടർ പറയുന്നതും ഒന്ന് തന്നെയാണ്. ഇതാണ് ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ. രണ്ടാമത്, മൈത്രേയൻ പറയുന്നതിൽ കൂടെ എനിക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യം, വിശ്വാസം എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും അപ്പാടെ സ്വീകരിക്കുന്ന ഒരു സമീപനം, അതായത് അല്പം പോലും ബൗദ്ധികമായ ചുമതലബോധമില്ലാതെ, അന്വേഷണ ബുദ്ധിയില്ലാതെ, വിമർശാത്മകതയില്ലാതെ, അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ള സംശയമില്ലാതെ, റെസ്പോൺസിബിൾ സ്കെപ്റ്റിസിസം എന്നാണ് ഞാനതിനെ വിളിക്കുന്നത്. റെസ്പോൺസിബിൾ സ്കെപ്റ്റിസിസം. ഇപ്പം ആരെന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് പരമ്പരാഗതമായിട്ട് കൈമാറി വന്ന് നമ്മളിൽ നിബന്ധിച്ചിട്ടുള്ള ചില സങ്കല്പങ്ങൾ അത് അപ്രകാരം തന്നെയാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല ഇപ്പുറത്തോട്ടൊന്നുമില്ല എന്ന് പറയുന്നത് അത് വിശ്വാസമല്ല, അത് ബൗദ്ധികമായ അടിമത്തം തന്നെയാണ്. ആ ഒരു അഭിപ്രായമാണ് ശ്രീ മൈത്രേയനുള്ളതെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് 100% യോജിക്കുന്നു. അതിൻ്റെ യാതൊരു സംശയമില്ല. അപ്പോൾ നാം എന്ത് വിശ്വസിക്കുന്നുവോ അത് വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്ന് പരിശോധിച്ച് തിട്ടപ്പെടുത്തി അതിനുശേഷം അതിൽ നമ്മുടെ വിശ്വാസത്തെ അർപ്പിക്കാൻ നമുക്കൊരു കടമയുണ്ട് എന്നതാണ് യേശുക്രിസ്തു അവതരിപ്പിച്ച ഒരു സുപ്രധാനമായ യാഥാർത്ഥ്യം. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് പറയുന്ന വിശ്വാസികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ, അത് ഒരു വിധത്തിലും സ്വീകരിക്കുന്നതല്ല. യേശു അങ്ങനെ പറഞ്ഞാൽ പോയി പണി നോക്കടോ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. യേശു വിശ്വാസത്തെ നാം അറിയുന്ന അർത്ഥത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ ക്രിസ്തു മതം ഉണ്ടാകുമായിരുന്നില്ല. ആ ഒരു യാഥാർത്ഥ്യം ശ്രീ മൈത്രേയൻ്റെ വിശ്വാസത്തെ പറ്റിയുള്ള പുച്ഛമായ പരാമർശത്തിൽ കൂടെ എങ്കിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഈ ഒരു വിഷയത്തെപ്പറ്റി അല്പം വ്യക്തതയോടുകൂടെ ചിന്തിക്കണമെങ്കിൽ ചില വാക്കുകൾ നാം പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് മൈത്രേയനും സമ്മതിക്കും, നാം ഭാഷയിൽ കൂടെ മാത്രമാണ് ചിന്തിക്കുന്നത്. ഭാഷ വാക്കുകളുടെയും
വിഭാവനകളുടെയും അനുഭവങ്ങളുടെയും ഒരു വലിയ സാഗരമാണ്, ഒരു ഭണ്ഡാകാരമാണ്. അതുകൊണ്ട് കൃത്യമായി ചിന്തിക്കണമെങ്കിൽ, വ്യക്തതയോടുകൂടി ചിന്തിക്കണമെങ്കിൽ, നമുക്ക് നാം ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന വിഷയത്തോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകളെപ്പറ്റി അതിൻ്റെ അർത്ഥം എന്താണ് എന്നത് മനസ്സിലാക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. അത് വളരെ അത്യാവശ്യവുമാണ്. അതുകൊണ്ട് ഞാൻ ചില വാക്കുകൾ, ഈ വിശ്വാസം എന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ചില വാക്കുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇവിടെ ഈ വാക്കുകൾ ഞാൻ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ട് കഴിയുമെങ്കിൽ അതിൻ്റെ മലയാളത്തിൽ പദം എൻ്റെ മനസ്സിൽ വന്നാൽ നിങ്ങളുമായി പങ്കിടാം. അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും. കാരണം പല വാക്കുകൾക്കും അതിന് തത്തുല്യമായ മലയാള പദം ഉണ്ടാകണമെന്നില്ല. ഈ തരുണത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ഭയം. അതുകൊണ്ട് നിങ്ങൾ ദയവായി എന്നോട് സഹകരിക്കുകയും എൻ്റെ ബലഹീനത നിങ്ങൾ സഹിക്കുകയും ചെയ്യണം. നമുക്ക് വിശ്വാസം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ 2 പദങ്ങളുണ്ട്, അല്ല 3 പദങ്ങളുണ്ട്. തൽക്കാലം ഞാൻ 2 മനഃപൂർവ്വം പറയുന്നതാണ്. അതെന്താണ്? ബിലീഫ് എന്നുമുണ്ട്, ഫെയ്ത്ത് എന്നുമുണ്ട്. ഇത് രണ്ടുമുണ്ട്. മലയാളത്തിൽ അങ്ങനൊരു വ്യത്യാസമുള്ളതായിട്ട് എൻ്റെ അറിവിലല്ല. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ദയവായി ആ അറിവ് എനിക്കും കൂടെ പകർന്നു നൽകുക. ഞാൻ അറിവിൻ്റെ ഒരു ഭിക്ഷാന്തേഹിയാണ്. അറിവ് സമ്പാദിക്കാനായി തെണ്ടി നടക്കുന്ന ഒരു ഇരുകാലി ജീവിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അറിവുകൾ സ്വീകരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ബിലീഫ് എന്നും ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അതുള്ള വ്യത്യാസം എന്താണ്? ഈ ബിലീഫ് എന്ന് പറയുന്നത് കഴിഞ്ഞകാല സംഭവങ്ങളുടെയും അറിവുകളുടെയും അനുഭവങ്ങളുടെയും അന്വേഷണത്തിൻ്റെയും ഒക്കെ മാധ്യമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ വിദ്യാഭ്യാസ മേഖലയിലാണ്. ഞാൻ പഠിപ്പിച്ചതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല. അത് എനിക്ക് മുമ്പുണ്ടായിരുന്ന മഹാരഥന്മാർ സൃഷ്ടിച്ചു വെച്ച വലിയ വലിയ നല്ല കാര്യങ്ങൾ. അതിന് മേന്മയുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് അത് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്താൽ അവർക്ക് നന്മയുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിൽ വളരെ പ്രതിഷ്ഠയോടെ സേവനം ചെയ്യാൻ എനിക്കിടയായത്. അപ്പോൾ അവിടെ വിശ്വാസമുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ പോകുന്ന കാര്യത്തിന് അത് കൊണ്ടുവന്ന വിഭവങ്ങൾ കൊണ്ട് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിൽ അനേക ആളുകളുടെ ജീവിതത്തിൽ ഇത് നന്മ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ബിലീഫ് എന്ന് പറയാം. ഐ ബിലീവ് ഇൻ ദ വർത്ത് ഓഫ് വാട്ട് ഐ എം സേയിങ്, വാട്ട് ഐ എം ഡൂയിങ്. അതാണ് ബിലീഫ്. എന്നാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വിശ്വാസം ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങൾ അത് വളരെ കൃത്യമായ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇതുവരെ നാം ആശിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഇതുവരെ സ്വായത്തമാക്കാൻ കഴിയാത്തതിനെ പറ്റിയാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഇതുവരെ ഉളവായിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്തത്. അല്ലെങ്കിൽ ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അത് കാണാൻ കഴിയാത്തത്, തിരിച്ചറിയാൻ കഴിയാത്തത്. അപ്പോൾ ഇത് ഭാവിയെപ്പറ്റിയുള്ള ഒരു സൂചനയാണ്. ബിലീഫ് എന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ പ്രാപിക്കാവുന്ന അനുഗ്രഹങ്ങളും, ഫെയ്ത്ത് എന്നുള്ളത് ഇനി ഭാവി കാലങ്ങളിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുവാൻ നമ്മെ സഹായിക്കുന്ന ഘടകം എന്താണ്? അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇങ്ങനെയൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മഹാനായ മൈത്രേയന്, നാം ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന മൈത്രേയന് ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുവാൻ സാധ്യമല്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നത്. ഇനി 3ാമത്തെ പദം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നുള്ളതാണ്. ബ്ലൈൻഡ് ഫെയ്ത്ത് അതെന്താണ്? അത് വാസ്തവത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള അന്വേഷണ ബുദ്ധിയോ ചിന്താശക്തിയോ അല്പം പോലും പ്രയോഗിക്കാതെ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ, അതുകൊണ്ട് പ്രയോജനമുണ്ടോ, യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും അടുപ്പമുണ്ടോ, അതിൻ്റെ വില എന്താണ്, ഇങ്ങനെ ഒരു കാര്യവും പരിശോധിക്കാതെ പണ്ട് തൊട്ടേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു വരുന്നു, മാമൂലാണ്, ഞാഞ്ഞൂലാണ്, ഊഞ്ഞാലാണ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ മനുഷ്യൻ സ്വീകരിക്കുകയും അത് ചെറുപ്പം മുതലേ അവൻ്റെ മനസ്സിലിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട്
ചിന്താശക്തി ഉണരുന്നതിന് മുൻപേ മനസ്സിൽ നിക്ഷേപിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഒരിക്കലും വിമർശനാത്മകമായത് പരിശോധിക്കാതെ അതിൽ മനുഷ്യൻ അള്ളിപ്പിടിച്ച് ഇരിക്കുമെന്നതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയുടെ പേരാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. മൈത്രേയൻ പറയുന്നത് വാസ്തവത്തിൽ അന്ധവിശ്വാസത്തെ പറ്റിയാണ്. ഈ അന്ധവിശ്വാസം നമ്മളിൽ കുടികൊള്ളുന്നുവെങ്കിൽ നമുക്ക് അറിവിനോട് അതൃപ്തി വരും. ആരെങ്കിലും അറിയണമെന്ന് നമ്മെ ഉപദേശിച്ചാൽ നമുക്ക് അവരോട് ദേഷ്യം വരും. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്, അവർ ചവിട്ടി മരിച്ചു കളയും, തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞത് ഈ അന്ധവിശ്വാസികളെ പറ്റിയാണ്. നമുക്കറിയാം നമ്മുടെ ഇടയിൽ അന്ധവിശ്വാസികളുണ്ടോ ഇല്ലയോ എന്നത് ഞാൻ പ്രത്യേകിച്ച് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ 3 വാക്കുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞു: ബിലീഫ്, ഫെയ്ത്ത്, ബ്ലൈൻഡ് ഫെയ്ത്ത്. അതിന് നാം മലയാളത്തിൽ പൊതുവെ വിശ്വാസമെന്നും അന്ധവിശ്വാസമെന്നും പറയും. ഇനിയും വേറെ 3 വാക്കുകൾ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതെല്ലാം കുഴച്ചു മറിച്ച് അവിയലാക്കിക്കൊണ്ടാണ് പലരും വിശ്വാസത്തെ, ഫെയ്ത്തിനെ പറ്റി സംസാരിക്കുന്നത്. ഇനിയും നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്ന 3 വാക്കുകളിൽ ഒന്ന് തെറ്റ് എന്നുള്ളതാണ്. എറർ. ഇപ്പം ഞാൻ 2 + 2 = 5 എന്നെഴുതിയാൽ അത് തെറ്റാണ്. ഇറ്റ്സ് എൻ എറർ. അല്ല, 2 + 2 = 3 എന്നെഴുതിയാൽ അത് തെറ്റാണ്. ഇനിയും ഞാൻ 2 കാളയെ ഇന്നലെ വാങ്ങിച്ചു, 2 കാള ഇന്ന് വാങ്ങിച്ചു. ഞാനൊരു നല്ല സത്യക്രിസ്ത്യാനി ആയതുകൊണ്ട്, ഞാൻ ദൈവത്തോട് ഇങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് നാളെ ആകുമ്പോൾ അത് 5 കാളയാകും. ഞാൻ അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ദൈവം തൻ്റെ അരുമയാന മക്കളെ അനുഗ്രഹിക്കും. നിൻ്റെ സമ്പത്ത് വർദ്ധിക്കും. നിൻ്റെ കാളയും നിൻ്റെ പശുവും നിൻ്റെ ആടും നിൻ്റെ പോത്തും നിൻ്റെ എരുമയും യോബിനൊക്കെ വർദ്ധിച്ച് കിട്ടിയതുപോലെ എനിക്ക് കിട്ടും എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ സർക്കസൊക്കെ കളിച്ച് നടക്കുന്നവർ ആ തൊപ്പിയിൽ നിന്ന് മുയലിനെ എടുക്കും. അതൊരു ഇല്യൂഷനാണ്. അത് യാഥാർത്ഥ്യമായ യാതൊരു ബന്ധവുമില്ല. അതങ്ങനെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. പ്രതീതി ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രതീതി സൃഷ്ടിക്കുന്നു. മതമേഖലയിൽ ഒട്ടുമുക്കാലും പുരോഹിതവർഗം ആശ്രയിക്കുന്നത് ഈ ഇല്യൂഷനിലാണ്. ഉദാഹരണമായിട്ട്, ഒരു പുരോഹിതൻ കൈ വിറപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന അപ്പകഷണത്തിന്മേൽ വന്നിറങ്ങും. അതൊരു ഇല്യൂഷൻ മാത്രമാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം അതല്ല. യേശു വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നാം പരിശോധിച്ചാൽ ഇത് ഇല്യൂഷൻ മാത്രമാണ്. അപ്പോൾ എറർ എന്താണ്? ഇല്യൂഷൻ എന്താണ്? ഇനി 3ാമതൊരു വാക്കുണ്ട്, ഡെല്യൂഷൻ എന്ന് പറയും. അതെന്താണ്? നമ്മൾ ഒരു കാളയെ വാങ്ങിച്ചു. അപ്പോൾ പറഞ്ഞു, നീ പെന്തക്കോസ്തുകാരനായതുകൊണ്ട്, നീ മറുഭാഷ പറയുന്നത് കൊണ്ട് ഈ മറുഭാഷയുടെ ശക്തിയിൽ കാള പോലും പ്രസവിക്കും എന്ന ആ ഘട്ടത്തിലൊരു വിശ്വാസമാണ്, ഒരു പ്രതീക്ഷയാണ്. എന്നാൽ ഈ കാള പ്രസവിക്കാനായിട്ട് കാത്തിരുന്നു. 1 മാസം കഴിഞ്ഞു, പ്രസവിച്ചില്ല. 2 മാസം കഴിഞ്ഞു, പ്രസവിച്ചില്ല. 1 വർഷം കഴിഞ്ഞു, പ്രസവിച്ചില്ല. അങ്ങനെ കാള പ്രസവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കറിയാച്ചൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വന്നു. അപ്പോൾ കറിയാച്ചൻ പറഞ്ഞു, എടാ ജോർജ് കുട്ടിയെ, എൻ്റെ കാള പ്രസവിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. അപ്പോൾ ജോർജ് കുട്ടി പറഞ്ഞു, കറിയാച്ച അങ്ങനെ നടക്കത്തില്ല. അല്ല, ലോകചരിത്രത്തിൽ കാള പെറ്റതായിട്ട് യാതൊരു തെളിവുമില്ല, അതിന് മുമ്പ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനല്ല, ഞാൻ ഒരു സത്യക്രിസ്ത്യാനിയാണ്, ഞാൻ വിശ്വാസിയാണ്. തൻ്റെ മക്കൾക്ക് ദൈവം ഉറക്കത്തിൽ പോലും കൊടുക്കും. ഞാൻ ഈ കാളയുടെ തിരുത്തിനടുത്ത് കിടന്നുറങ്ങാൻ നോക്കിയിട്ട് നാളെ ഏറെയായി. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. കാള ഇതുവരെ പ്രസവിക്കുന്നില്ല.
പ്രസവിച്ചേ അടങ്ങൂ, നീ ഇത് കാള പ്രസവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല, അതെനിക്ക് സ്വീകാര്യമല്ല. അതിൻ്റെ പേരാണ് ഡെല്യൂഷൻ എന്നുള്ളത്. അതായത് ചില കാര്യങ്ങൾ അങ്ങനെ ആകുമെന്ന്, അങ്ങനെ ഒരിക്കലും ആകത്തില്ല എന്ന തെളിവ് 100% ഉള്ളപ്പോൾ എനിക്ക് വേണ്ടി അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് ഡെല്യൂഷൻ എന്നുള്ളത്. മനസ്സിലാക്കുക. അപ്പോൾ എറർ, ഇല്യൂഷൻ, ഡെല്യൂഷൻ. അപ്പോൾ നമ്മൾ 5 വാക്കുകൾ പരിചയപ്പെട്ടു. 1 ബിലീഫ്, 2 ഫെയ്ത്ത്, 3 ബ്ലൈൻഡ് ഫെയ്ത്ത്, 4 എറർ, 5 ഇല്യൂഷൻ, 6 ഡെല്യൂഷൻ. ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തിയാണ് പലരും വിശ്വാസം എന്ന ഈ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുകയും ചില പ്രതീക്ഷകളോടെ കൊണ്ടുവെക്കുകയും ചില ആളുകളുടെ കാല് പിടിച്ച് നടക്കുകയും അവിടെ പണം ഇടുന്നു, ഇവിടെ പോയി ഹല്ലേലൂയ പറയുന്നു, അവിടെ പോയി ആരെങ്കിലും ഉന്തിയിട്ടാൽ എനിക്ക് ഗുണം കിട്ടുമെന്നും പറഞ്ഞ് ഉന്തിയിടുന്നവൻ്റെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ ഉളക്കയും പിടിച്ചുകൊണ്ട് നടക്കുന്നവൻ്റെ അടുത്ത് പോയാൽ ആ ഉളക്കയിൽ കൂടെ എനിക്കെന്തെങ്കിലും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം ഇറങ്ങി വരും എന്ന് വിചാരിച്ച് പോകുന്നു. ഇതൊക്കെ ഒന്നിൽ ഇല്യൂഷൻ അല്ലെങ്കിൽ ഡെല്യൂഷൻ. അപ്പോൾ ഒരു സ്ത്രീ, രാജാക്കാട് സിന്ധു പറയുന്നൊരു സ്ത്രീ ഓടി നടന്ന് ഫു 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 എന്ന് പറയുമ്പോൾ ആളുകൾ മയങ്ങി വീഴുന്നു. വീഴുന്നത് കൊണ്ട് സഹോദരി ഇതിനൊക്കെ എന്താണ്, എന്ത് ഗുണമാണ്, എന്ത് മേന്മയാണ് പ്രാപിക്കുക, ആരും ചിന്തിക്കുകയില്ല. അത് കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവന് അതൊരു ഇല്യൂഷനാണ്. എന്താണ്? ദൈവത്തിൻ്റെ ശക്തി രാജാക്കാട് സിന്ധുവിൽ കൂടെ ഇങ്ങനെ ഫു 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 ആയിട്ട് ഊതുന്നു, അത് ദൈവത്തിൻ്റെ ഊതലാണ്, അതൊരു ഇല്യൂഷനാണ്, അതൊരു ഇല്യൂഷനാണ്. എന്നാൽ ഈ ഇല്യൂഷൻ ഡെല്യൂഷനായിട്ട് മാറും. എങ്ങനെയാണ്? ഇങ്ങനെ ഒരു 5 വർഷം കണ്ടിട്ടും ഇത് ഒരു ഉഡായിപ്പാണ്, മനുഷ്യനെ ഊഞ്ഞാലാക്കുന്ന പരിപാടിയാണ് എന്ന് തിരിച്ചറിയാൻ വയ്യാത്തവൻ, അവൻ പിന്നെ ഇല്യൂഷനിലല്ല, അവൻ ഡെല്യൂഷനിലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മൈത്രേയൻ സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഈ വിശ്വാസം എന്നത് ഫെയ്ത്ത് എന്ന ആശയത്തിലാണെങ്കിൽ വിശ്വാസമില്ലാതെ ഒരറിവുമില്ല. അതാണ് എൻ്റെ സത്യമായ നിലപാട്, വാസ്തവമായ നിലപാട് അത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അറിവ് സൃഷ്ടിച്ചവരാരാണ്? ഈ അറിവ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ പ്രക്രിയയിൽ, നിങ്ങൾക്കറിയാമോ അറിവ് നിർമ്മിക്കുക എന്ന പരിപാടി എത്ര ക്ലേശകരമാണെന്നറിയാമോ? പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലും പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ ജീനിയസ് ആയിട്ടൊക്കെ നിങ്ങൾ കരുതുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു പുതിയ ആശയമേ ജനിക്കത്തുള്ളൂ. അത്ര വിരളമാണ് ഈ ആശയങ്ങൾ. നൂറ്റാണ്ടുകളോളം മനുഷ്യരാശി തപസ്സിരുന്നിട്ടാണ് ആശയത്തിൻ്റെ മേഖലയിൽ ഒരു ചെറിയ ചൂട് മുൻപോട്ട് വെക്കാൻ ഒക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ആയിത്തീരുമെന്നൊരു പ്രതീക്ഷ മനുഷ്യരാശി വെച്ച് പുലർത്തിയില്ലായിരുന്നുവെങ്കിൽ ആ പണ്ട് അവിടെ നിന്നിടത്ത് വിറങ്ങലിച്ച് നിൽക്കുമായിരുന്നു, മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാല നേട്ടങ്ങളിൽ നിന്ന് പ്രാപിക്കുന്ന അറിവുകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നത് ഞാൻ പറഞ്ഞു. അത് ഞാൻ സ്വീകരിക്കുന്നത് ബിലീഫിൽ കൂടെയാണ്, ഫെയ്ത്തിൽ കൂടെയല്ല, ബിലീഫ്. ഞാനതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരന്ന് ചെയ്ത പ്രക്രിയയിൽ അതുമൂലം ഉത്ഭവിച്ചു വന്ന അറിവിൻ്റെ വിലയെപ്പറ്റി എനിക്ക് തൃപ്തിയായി, എനിക്ക് നല്ല ബോധ്യമുണ്ട്, അത് ഞാൻ സ്വീകരിക്കുന്നു. അതാണ് ബിലീഫ് എന്ന് പറയുന്നത്. എന്നാൽ അതിനെ ആസ്പദമാക്കി ഈ പുതിയ യുഗത്തിൽ എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ചിന്താശക്തിയും കൽപ്പനാശക്തിയും, പവർ ഓഫ് തിങ്കിങ് ആൻഡ് പവർ ഓഫ് ഇമാജിനേഷൻ, ഇതെല്ലാം വെച്ച് ഞാൻ ആത്മാർത്ഥമായി അന്വേഷിക്കുമ്പോൾ പുതിയ അറിവുകൾ പുലരും, പിറന്നു വീഴും എന്നത് എൻ്റെ ഫെയ്ത്താണ്. അത് ബിലീഫല്ല, അത് ഫെയ്ത്താണ്. അങ്ങനെ ഞാൻ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ തുച്ഛമായ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഉന്നതമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ ഉയരുവാൻ സാധ്യമാകുകയുള്ളൂ. മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യത്വത്തിൻ്റെ അഭികാമ്യമായ അവസ്ഥയെ പ്രാപിപ്പാൻ മനുഷ്യന് ഫെയ്ത്ത് അല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല.
ഇപ്പോൾ മൈത്രേയൻ സാറ്, മഹാനായ മൈത്രേയൻ അവതരിപ്പിക്കുന്ന ആശയങ്ങളിൽ അദ്ദേഹം വിശ്വസിക്കുന്നോ ഇല്ലയോ? അത് പറയുന്നത് അറിവാണ്. അറിവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അതിനെ വെളിയിൽ പ്രകടിപ്പിക്കാനൊക്കത്തുള്ളൂ. ഞാനത് അറിയുന്നു, അതിൽ വിശ്വാസമല്ല എന്ന് അദ്ദേഹം കട്ടയായിട്ട് പറയും. കാരണം മനസ്സങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. ഞാൻ പുസ്തകം എഴുതുന്ന ആളാണ്. 20 പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ പിറവി ആരംഭിക്കുന്ന എവിടെയാണെന്നറിയാം? ഒരു ചെറിയ ആശയം മനസ്സിൽ വരും. ആ ആശയത്തെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് മാസങ്ങൾ, ചിലപ്പോൾ 1-2 വർഷങ്ങൾ വായിക്കുകയും ചിന്തിക്കുകയും അന്വേഷിക്കുകയും എപ്പോഴും അതിനെ ധ്യാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് നാം ഭൂമിയിൽ നട്ട ഒരു വിത്ത് പോലെ പൊട്ടി മുളച്ച് വളർന്ന് ഒരു വലിയ വടവൃക്ഷമാകുമ്പോഴാണ് ഈ പുസ്തകം എഴുതിയേ മതിയാകൂ എന്ന് എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ആദ്യമേ എൻ്റെ മനസ്സിൽ ഉദിച്ചു വരുന്ന ഈ ഒരു ചിന്തയുടെ കിരണം, അതിൻ്റെ മൂല്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ അത് ചുമ്മാ അതൊന്നുമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു പുസ്തകം എഴുതുകയില്ല. ഒരു പുതിയ അവസ്ഥയിലേക്ക്, പുതിയ അറിവിലേക്ക്, പുതിയ കാഴ്ചപ്പാടിലേക്ക് എന്നെ തന്നെ മാറ്റിമറിക്കുന്ന അനുഭവമാണ് ഞാൻ ഓരോ പുസ്തകം എഴുതുമ്പോഴും ഞാൻ അതിൽ കൂടെ എന്നെ തന്നെ പുതുക്കുന്ന അനുഭവത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. അതൊന്നും ഈ പറയുന്ന അറിവിൽ കൂടെ മാത്രം സംഭവിക്കുന്നതല്ല. എനിക്ക് മൈത്രേയനോട് പറയാനുള്ളതും മൈത്രേയനിൽ കൂടെ നിങ്ങളെവരോടും പറയാനുള്ളത്, മനുഷ്യ അവസ്ഥയുടെ സങ്കീർണത നിങ്ങൾ കൊച്ചാക്കരുത്. മനുഷ്യൻ്റെ ഒരവസ്ഥയും ഒറ്റ ഘടകത്തെ മാത്രം ആശ്രയിച്ച് വിശദീകരിക്കാൻ സാധ്യമല്ല. നമ്മളായിരിക്കുന്ന ഓരോ നിമിഷത്തിലും ഒരു 100 ഘടകങ്ങൾ കുറഞ്ഞ പക്ഷം പ്രവർത്തിക്കുന്നുണ്ട്. അല്പരായ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഒരേ ഒരു അംശത്തിൽ മാത്രം പിടിച്ചുകൊണ്ട് ബാക്കി ഒന്നും യാഥാർത്ഥ്യമല്ല, അതൊക്കെ വെറും ചപ്പാണ് ചവറാണെന്നൊക്കെ പറയുന്ന ഈ അല്പത്തരത്തിൻ്റെ ജൽപ്പനങ്ങളാണിത്. മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളോട് ഞാൻ യോജിക്കാൻ കാര്യം, അദ്ദേഹം പിടിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളുടെ ചില കോണുകളാണ്. അവയ്ക്ക് വലിയ മൂല്യങ്ങളുണ്ട്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ചപ്പും ചവറുമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് വിദൂരമായൊരു നമസ്കാരമല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇത് മനസ്സിലാക്കാം. സമയം പെട്ടെന്ന് പോകുന്നുവല്ലോ. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസം വേണ്ടത്? ഞാനീ പറഞ്ഞ ഫെയ്ത്ത് എന്ന കോൺസെപ്റ്റ് മാത്രമാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, നാം മനുഷ്യരാണെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എപ്പോഴും അപൂർണമായിരിക്കും, ഇൻകംപ്ലീറ്റ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും മരിക്കുന്നത് വരെ അവരുടെ അവസ്ഥ അപൂർണമായിരിക്കും. ഈ അപൂർണതയിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ പൂർണ്ണതയെപ്പറ്റി നമുക്ക് ഉള്ളിലൊരു ദാഹമുണ്ടാകും. ആ ദാഹം നമ്മളിൽ പ്രവർത്തിച്ച് മുൻപോട്ട് പോയാൽ അതിന് തക്കതായി നാം അധ്വാനിച്ചാൽ ഉന്നതമേറിയ അല്ലെങ്കിൽ അഭികാമ്യമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന പ്രത്യാശയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം മനുഷ്യരെപ്പോഴും മരിക്കുന്നത് വരെ അപൂർണതയിൽ മാത്രമാണ് വസിക്കുന്നത്. ഇത് മൈത്രേയൻ അറിഞ്ഞാൽ കുറച്ചുകൂടെ അദ്ദേഹം വിനയത്തോടെ സൗമ്യമായി സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ സംസാര രീതി കേട്ടാൽ അദ്ദേഹം പൂർണ്ണനാണ്, പൂർണ്ണചന്ദ്രൻ പോലും മങ്ങിപ്പോകും എന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നാൽ അദ്ദേഹം അറിയാത്ത സത്യം എന്താണ്? അദ്ദേഹവും ഈ പറയുന്ന ഞാനും നോം ചോംസ്കിയും ലോകത്തിലെ എല്ലാ ബുദ്ധിരാക്ഷസന്മാരും അപൂർണതയിലാണ്. എവ്രിബഡി ഈസ് ഇൻകംപ്ലീറ്റ്. ഇതാണ് ആദ്യത്തെ കാര്യം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മഞ്ഞുമല എന്ന് പറയുന്നത്, ഐസ്ബർഗ്. ഒരു മഞ്ഞുമലയുടെ 1/10 മാത്രമേ ജലപ്പരപ്പിന് മുകളിൽ കാണത്തുള്ളൂ, 1/9 താഴെയാണ്. അപ്പം നാം ഈ വെള്ളപ്പരപ്പിന് മുമ്പ് നിൽക്കുന്ന ഈ 1/10 പിടിച്ചിട്ടാണ് വേറെ ഒന്നുമില്ല എന്ന് പറയും. മനുഷ്യൻ്റെ അവസ്ഥ എപ്പോഴും ഇങ്ങനെയാണ്. ദൃശ്യമായും അദൃശ്യമായതും വെളിവാക്കപ്പെട്ടതും ഇനിയും വെളിപ്പെടാനിരിക്കുന്നതുമായ അനേക ഘടകങ്ങളുടെ ആഘോഷമാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇവയെ വളരെ തുച്ഛീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. വിശ്വാസം ആയവൻ വെറും എന്താണ് പറയുന്നത്, വകതിരിവില്ലാത്തവനാണ്,
അവൻ പൊട്ടനാണ്, അവന് ഒന്നും അറിയത്തില്ല, എനിക്ക് എന്നോട് സംസാരിക്കാനുള്ള യോഗ്യത വിശ്വാസിയായ നിനക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് പറയാൻ അങ്ങനെ എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഇനിയും മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, ബീയിങ് എന്നും ബിക്കമിങ് എന്നും. നമ്മൾ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാണോ? അല്ല, നമ്മൾ മരണം വരെയും വളർന്നുകൊണ്ട് അന്വേഷണത്തിൽ കൂടെ വളർന്നുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസമാണ്. ഞാൻ മനുഷ്യനെ ബിക്കമിങ് എന്ന ആശയത്തിൽ കൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നാം ഇപ്പോൾ മുൻപോട്ട് ഗമിക്കണമെങ്കിൽ മുൻപിൽ എവിടെയോ ഒരു ലക്ഷ്യമുണ്ട്. നാം എങ്ങോട്ടാണോ പോകുന്നത്, എവിടേക്കെങ്കിലും പോകുന്നുവല്ലോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം മൈത്രേയൻ സാറ് പറയാൻ പോകുന്നത് അതൊക്കെ തൻ്റെ പൊട്ടത്തരം കൊണ്ട് പറയുന്ന, ഇത് പണ്ട് രാജാവ് പഠിപ്പിച്ചാന്ന് അദ്ദേഹം പറയും. എന്തു വന്നാലും രാജാവ് എന്ന് പറയും. ഇത് മൈത്രേയൻ അറിയേണ്ട കാര്യം, കുറഞ്ഞ ഒരു കഴിഞ്ഞ 1000 വർഷം, 1000 അല്ല 2500 വർഷത്തിൽ പരം മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയെപ്പറ്റി ഒരു വിവാദം നടന്നിരുന്നു. എന്താണ്? ചരിത്രവും മനുഷ്യൻ്റെ അവസ്ഥയും ടെലിയോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത്, അതൊരു ലക്ഷ്യത്തിലേക്ക് അത് പ്രയാണം ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ വേറെ അഭിപ്രായം ഉണ്ടെന്നാണ്, അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല, അത് മനുഷ്യൻ്റെ ഒരു ഇല്യൂഷനാണ് എന്നും പറയുന്നുണ്ട്. ഈ 2 അഭിപ്രായം ഇത് മൈത്രേയൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, 2500 വർഷത്തെ പഴക്കമെങ്കിലും എനിക്കിത് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എനിക്കോ നിങ്ങൾക്കോ തീരുമാനമെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞാനൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്, ഐ ആം എ ബീയിങ്, എനിക്കിനിയും വേറെ ഒന്നും, ഞാൻ എല്ലാറ്റിനും പോകുന്നവനാണ്, ഞാൻ പൂർണ്ണമായി ഞാനിങ്ങനെ ഇരുന്ന് അങ്ങനെ വിലസും. എന്നെപ്പോലുള്ള പറയില്ല, ഞാനിപ്പോഴും ആ ഒരു പ്രോസസ്സിലാണ്, ഐ ആം സ്റ്റിൽ ബിക്കമിങ്. അതുകൊണ്ട് എനിക്ക് വിശ്വാസം ആവശ്യമുണ്ട്. ആ ഭാവിയെ പറ്റിയുള്ള പ്രതീക്ഷയില്ലേ, നാളത്തെ സൂര്യോദയം, അതെൻ്റെ വിശ്വാസമാണ്. എൻ്റെ ജീവിതത്തിൽ നാളെ ഒരു സൂര്യോദയം ഉണ്ടാകുമെന്ന വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് അസഹനീയമായ നഷ്ടമാണ് എന്നൊരു നിലപാട് ഞാനെടുക്കുമ്പോൾ മൈത്രേയൻ പറയും, അയ്യോ അവന് കിറുക്കാണ്, അവൻ വിശ്വാസിയാണ്, അവനെ കൊണ്ട് ഒരു ഗുണവും വരത്തില്ല, അവനെ മാറ്റി വേറെ വല്ലവരും ഇവിടെ കൊണ്ടിരുത്ത് എന്ന് അദ്ദേഹം പറയും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ ഞാൻ മൈത്രേയൻ എന്ന് പറയുന്ന ആരാധ്യനായ സാറിൻ്റെ ഏതാണ്ട് അടുത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നാം എന്തിനെ വിശ്വസിക്കുന്നുവോ അത് യഥാർത്ഥമാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വരത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം അതിനെ പ്രയോജനപ്പെടുത്തുകയും അത് പ്രവൃത്തിയിൽ കൂടെ അതിൻ്റെ അസ്തിത്വത്തെയും സത്യത്തെയും വെളിപ്പെടുത്തുവാൻ നാം ഏത് വില കൊടുത്തും അധ്വാനിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അത് ഫെയ്ത്ത് അല്ല, അത് ബിലീഫ് പോലുമല്ല, അത് വെറും പ്രഹസനം മാത്രമാണ്. അത് ഒരു ഇല്യൂഷനാണ്, അതൊരു ഡെല്യൂഷനും കൂടെയാണ്. ഇത് 100% ശരിയാണ്. മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വാസം ഇപ്രകാരമാണ്. അത് വാഗൊണ്ട് ഇതും പറയുന്നതല്ലാതെ ഒരിക്കലും അത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശമുണ്ട് എന്ന് നമ്മുടെ ഈ മുറ്റത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ നമ്മൾ പറയുന്ന വാക്കും വാചകങ്ങളും ചൊല്ലുന്ന ചൊൽത്തും വരയ്ക്കുന്ന കുരിശുമൊന്നും വരയ്ക്കാത്ത ഒരാൾക്ക് ബോധ്യമാകത്തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ ജീവിതത്തിൽ പ്രവർത്തിച്ച് പ്രയോഗിച്ച് പ്രയോജനപ്പെടുത്തി അതിൻ്റെ ഗുണഫലങ്ങൾ മറ്റുള്ളവരുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിയുന്ന അവസ്ഥയുടെ പേരാണ് വിശ്വാസം എന്നുള്ളത്. അതില്ലാതെ വെറും അധരവ്യായാമമായി മാത്രം ഇതിനെ വെച്ച് പുലർത്തുമ്പോൾ മൈത്രേയൻ പറഞ്ഞത് ശരിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. ഇതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അതുകൊണ്ടാണ് യേശു എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കായ്പീൻ. ഫെയ്ത്ത് മസ്റ്റ് റിസൾട്ട് ഇൻ ഫ്രൂട്ട്ഫുൾനെസ്. ഫെയ്ത്ത് മസ്റ്റ് റിസൾട്ട് ഇൻ ഫ്രൂട്ട്ഫുൾനെസ്. അത് സ്നാപകയോഹന്നാൻ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. ഇത് ചില സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ മൈത്രേയൻ്റെ ഈ പ്രസ്താവനകളെ അർത്ഥശൂന്യമായ ജൽപ്പനങ്ങളായിട്ടല്ല, അദ്ദേഹം അറിയാതെ തന്നെ സമകാലീന ക്രിസ്ത്യാനിയോട് നടത്തുന്ന ഒരു
പ്രവാചക ദൗത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അദ്ദേഹം ഒരു പ്രവാചക ദൗത്യമാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാനങ്ങനെയാണ് അതിനെ കാണുന്നത്. എന്താണ്? വളരെ പരിമിതമായൊരു പ്രവാചക ദൗത്യം. ഈ വിശ്വാസം എന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും ആ ഫലത്തിൽ കൂടെ മാത്രമേ വിശ്വാസത്തെ, ഞാൻ അവതരിപ്പിച്ച വാക്കുകളുണ്ടല്ലോ, ബിലീഫ്, ബ്ലൈൻഡ് ഫെയ്ത്ത്, എറർ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ഇതിൽ നിന്ന് അത് വ്യത്യസ്തമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഈ ലോകത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയിലെ ഏറ്റവും പരമോന്നതമായ സാധ്യതയാണ് എന്ന് ലോകം മനസ്സിലാക്കണമെങ്കിൽ ആ വിശ്വാസത്തിൽ കൂടെ ജീവിച്ച് അതിൻ്റേതായ അതുല്യമായ ഗുണഫലങ്ങൾ അന്യർക്ക് അനുഗ്രഹമായി അനുഭവപ്പെടത്തക്കവണ്ണം വെളിപ്പെടുത്തുന്നതിൽ കൂടെ മാത്രമേ ഈ വിശ്വാസവും മൊണ്ണത്തരവും തമ്മിലുള്ള വ്യത്യാസം ലോകം മനസ്സിലാക്കുകയും വിശ്വാസി എപ്പോഴും അറിവ് കെട്ടവനായിരിക്കും, വിവരദോഷിയായിരിക്കും എന്ന മൈത്രേയനെ പോലെയുള്ള നല്ല അറിവുള്ള ആളുകളുടെ ഈ ഒരു പ്രെജുഡിസിൻ്റെ ഈ മുൻവിധി അത് തിരുത്താൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തെ വിമർശിച്ചിട്ട് കാര്യമില്ല എന്നുകൂടെ പറഞ്ഞ് സമയം അതിക്രമിച്ചു കൊണ്ട് മാത്രം വളരെയധികം കാര്യങ്ങൾ സംബന്ധമായിട്ട് പറയാനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തത പ്രാപിക്കുക ഇക്കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിരിക്കണം. അല്ലാഞ്ഞാൽ തലമുറകൾ അടിത്തറ പറഞ്ഞു പോകും. നമ്മുടെ ഒരു യുവാവിനും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാനും അവർ ഇപ്പോൾ സമൂഹത്തിൽ അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികൾ, സമൂഹത്തിൽ പറന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെ ശകലങ്ങൾ, മേഘപടലങ്ങൾ, അവയോട് പ്രതികരിക്കാനുള്ള കെൽപ്പ് പ്രാപിപ്പാനും ഒന്നും സഹായിക്കുന്ന വിധത്തിൽ ഒരു കാര്യവും നമ്മുടെ ഇടയിലില്ല. അങ്ങനെ തയ്യാറെടുപ്പില്ലാതെ എട്ടും പൊട്ടും അറിയാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ മൈത്രേയൻ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടാൽ അവൻ്റെ വേരറ്റു പോകും എന്നതിന് യാതൊരു സംശയമില്ല. അതേസമയം തന്നെ ഞാൻ പറയുന്നു, നാം ഇപ്പോൾ സൃഷ്ടിച്ച് വച്ചിരിക്കുന്ന ഈ മത സംവിധാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വേര് ഓടിച്ചു പോയാൽ അവരുടെ കാര്യം പോക്കാണ്. ജീവിക്കാൻ കൊള്ളാത്തവരായി അവർ അധപ്പതിച്ചു പോകും. ഞാൻ മാതാപിതാക്കന്മാരോട് കർത്താവിൻ്റെ സ്നേഹത്തിൽ അപേക്ഷിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മൊണ്ണകളായി പോകാതിരിക്കത്തക്കവണ്ണം അവരെ വേണ്ടതുപോലെ പരിശീലിപ്പിക്കാൻ വേണ്ട ഇപ്രകാരമുള്ള അന്ധവിശ്വാസത്തിൻ്റെ വിഷസ്പർശനത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ നിങ്ങൾക്കൊരു കടമയുണ്ട്. ആ കടമ നിങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. ഇത് വലിയ മൂർച്ചയേറിയ ഒരു പ്രശ്നമാണ്. ഇതിനെ ലഘൂകരിക്കരുത്. അതുകൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടും ഇനിയും വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടും ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ ഒരു വ്യക്തത പ്രദാനം ചെയ്യുന്നത് ഒരുപക്ഷെ അനേകം ആളുകൾക്ക് പ്രയോജനം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നെൻ്റെ മനസ്സ് മന്ത്രിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ദയവായി സശ്രദ്ധം വേണ്ടി വന്നാൽ ഇത് 2 തവണ കണ്ട് ഇതിനകത്തെ ഉള്ളടക്കം മനസ്സിലാക്കി ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകളും ശക്തമായ വിയോജിപ്പും ഉണ്ടെങ്കിൽ അതെന്നെ ദയവായി അറിയിക്കണം. അതെൻ്റെ നിലപാടിനെയും അഭിപ്രായത്തെയും തിരുത്തുവാൻ എന്നെ സഹായിക്കും. ഞാനതിന് തയ്യാറാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ഒരു അന്വേഷണ പരമ്പരയിൽ പങ്കെടുത്ത കഴിഞ്ഞ ഈ 3 വീഡിയോകൾ അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ശ്രീ മൈത്രേയൻ സാറിനോടുള്ള എൻ്റെ പരിമിതമായ ബഹുമാനവും അനൽപമായ സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.